ഫേസ്ബുക്കിൽ നമ്മൾ കണ്ട വീഡിയോ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വാച്ച് ഹിസ്റ്ററി എടുത്താൽ മാത്രമല്ലേ നമുക്കത് വീണ്ടും കാണാൻ സാധിക്കൂ. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വീണ്ടും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഉണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഞാൻ കാണിച്ച ആ ഒരു വാച്ച് ഹിസ്റ്ററിയുടെ ആ ഭാഗത്ത് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഫേസ്ബുക്ക് അത് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എവിടെയാണ് ആ ഓപ്ഷൻ ഉള്ളത്, എങ്ങനെ നമുക്ക് കണ്ട വീഡിയോസുകൾ വീണ്ടും കാണാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല, നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടുള്ള ആ വാച്ച് ഹിസ്റ്ററി ഒക്കെ എങ്ങനെ നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം, അതും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായിട്ട് ഫേസ്ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഒരു വീഡിയോയുടെ ഐക്കൺ ഉണ്ടല്ലോ, അതാ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് റീൽസ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, മെയിൻ വീഡിയോസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ സേവ്ഡ് വീഡിയോ എന്ന ഭാഗം, സേവ് വീഡിയോ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ആ വീഡിയോ മിസ്സാകില്ല. സേവ്ഡ് വീഡിയോ, സേവ്ഡ് ഐറ്റംസ് എന്ന ഭാഗത്ത് ആ ഒരു വീഡിയോ വന്ന് കിടക്കും. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഷെയറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ നൗ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ വന്ന് കിടക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും. ഇനി അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പം വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു മനുഷ്യൻ്റെ ഒരു ഐക്കൺ, ഒരു പ്രൊഫൈൽ പോലെ അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഇവിടെ സേവ്ഡ് വീഡിയോ, നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ്ഡ് വീഡിയോയിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ട വീഡിയോ, ഇപ്പം ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഇല്ല. ഇവിടെ ഹിസ്റ്ററി കണ്ടോ, ഹിസ്റ്ററിയിൽ നിങ്ങൾ കണ്ട വീഡിയോസുകളൊക്കെ ഇവിടെ വാച്ച്ഡ് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് കിടക്കുകയുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെയായിട്ടും സെർച്ച് ചെയ്ത വീഡിയോസുകൾ, വാച്ച് ചെയ്ത വീഡിയോസുകളൊക്കെ എവിടെയാണുള്ളത് അത് ജസ്റ്റ് നമുക്ക് നോക്കാം. എന്താ ഇവിടെ ആ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, യുവർ ആക്ടിവിറ്റി. അതിൻ്റെ തൊട്ട് താഴെ ആക്ടിവിറ്റി ലോഗ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആർക്കൈവ്, റീസൈക്കിൾ ബിന്ന്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഹിസ്റ്ററി ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ബ്ലൂ കളറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ ഇവിടെ വീഡിയോസ് സെർച്ച്ഡ്, നമ്മൾ സെർച്ച് ചെയ്ത വീഡിയോസുകളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും സെർച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ വീഡിയോ വാച്ച്ഡ്, നിങ്ങൾ ഏതൊക്കെ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ വാച്ച് ചെയ്ത വീഡിയോ ആണ്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് കാണാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ കാറ്റഗറി ബേസിൽ നമുക്കിതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അത് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ കാണാൻ കഴിയില്ല. ഇവിടെ ഡേറ്റ് ബേസിൽ അതുപോലെ തന്നെ കാറ്റഗറി ബേസിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഏതൊക്കെ വീഡിയോ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സെർച്ച് ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ഏതെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ, ഇവിടുന്ന് അത് കാണാൻ കഴിയില്ല. ഓക്കെ, ഇവിടെ കാറ്റഗറി ബേസിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏതൊക്കെ ഡേറ്റിലാണ് സെർച്ച് ചെയ്തത് എന്നൊക്കെ. ഓക്കെ, ഇവിടെ നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാൻ കഴിയില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉള്ളത്. കണ്ടോ ഇവിടെ നമുക്കിങ്ങനെ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഓപ്പൺ ആകുകയില്ല. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്, വാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഫേസ്ബുക്കിൽ കണ്ട വീഡിയോസ് എങ്ങനെ നമുക്ക് വീണ്ടും കാണാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മുഴുവൻ വീഡിയോ കണ്ടാൽ മാത്രമേ ഈ ഒരു ഹിസ്റ്ററിയിൽ സേവായി കിടക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ഇതൊന്ന് സേവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ സേവ്ഡ് ഐറ്റംസിൽ ഈ വീഡിയോ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ വീഡിയോ കാണാനും സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന വീഡിയോ ഒരിക്കലും തന്നെ മിസ്സാകുകയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.